Good morning, my dear children. Then നമ്മൾ എത്തിയത് പാർട്ട് 6-ലാണ്. അതിൽ റീറ്റെയിൽ ഫോർമാറ്റാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ടെലിസെയിൽസ്, കാറ്റലോഗ് റീറ്റെയിലിംഗ്, ഡയറക്റ്റ് റെസ്പോൺസ് റീറ്റെയിലിംഗ്, ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്, റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ്, ദെൻ ഓൺലൈൻ ഷോപ്പിംഗ്, ജനറൽ സ്റ്റോഴ്സ്, കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഇതിൽ ഓരോ റീറ്റെയിൽ ഫ്രാഞ്ചൈസിങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിലർ, ദെൻ റീറ്റെയിൽ ചെയിൻ, അതൊക്കെ ഇതിൽ എഴുതാനുള്ളതാണ്. ബോർഡിൽ നമ്മൾ എഴുതിയത്. ദെൻ ജനറൽ സ്റ്റോഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം അധികം എന്താണ്, ഫുഡാണെങ്കിൽ ഏത് ഐറ്റംസ് ആണെങ്കിലും, ഓർണമെൻറ്റ്സ് ആണെങ്കിൽ ഫുഡ്, ഡ്രസ്സ് എല്ലാം ഓൺലൈൻ ഷോപ്പിങ്ങിലാണ്. ടെലിസെയിൽസ് ആൻഡ് കാറ്റലോഗ് റീറ്റെയിലിംഗ് ആൻഡ് ഡയറക്റ്റ് റെസ്പോൺസ് റീറ്റെയിലിംഗ്, ടെക്നോളജി റീറ്റെയിലിംഗ് ആൻഡ് റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് കാരിയർ ഓഫ് റീറ്റെയിലിംഗ് ഷോപ്പ് ആൻഡ് ടെർമിനോളജി. ഓക്കെ, ഇതിൽ നമ്മൾ റീറ്റെയിൽ catalog retailing, it involves common ownership of multiple units. Such units, the purchasing and the decision making are centralized. A chain often rarely on specifications and standardization of elaborated control system. Consequently, chains are able to serve a largest market and maintain the well-known company name. Retail franchising, contractual arrangement between franchisor which may be manufacturer, wholesaler and a service sponsor. കോപ്പറേറ്റീവ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഒരു സ്റ്റോഴ്സിൽ, ജനറൽ സ്റ്റോഴ്സിൽ വരുന്ന സ്റ്റോർ, സ്ട്രാറ്റജി, മിക്സ് ആൻഡ് കൺവീനിയൻസ് സ്റ്റോർ, കൺവെൻഷണൽ സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. കൺവെൻഷണൽ സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് യൂഷ്വലി സെൽസ് ജനറൽ ആൻഡ് അപ്പീൽ ഫാമിലി ഹൗസ് ഹോൾഡിന് സാധനങ്ങൾ വിൽക്കാവുന്നതാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. Then specialty store, it is contained the single line products such as audio equipment and jewelry, beauty, cosmetics items are in the specialty stores. Then non-store retailing, the type of retailing has been growing and much faster, so retailing does not utilize conventional store facilities. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസ് നമ്മൾ എത്തുന്നത് then variety department stores, these are the oldest form of large store concept. It is a multi-level store format usually having broad categories which further segment into already defined areas according to variety stores, supermarket, hypermarket, ഒക്കെ ഇതിൽ വരുന്നതാണ്. A major benefit of this format are ability to this format, ഈ റീറ്റെയിൽ ഫോർമാറ്റിൽ നെക്സ്റ്റ് വരുന്ന മേജർ ബെനിഫിറ്റ് വരുന്നത് allow the customer get involved with a product, അതായത് the ability of purchase to product offering, try to product and impulse the purchase. Okay, ഇതിൽ വരുന്ന ഒരു ഫോർമാറ്റ് allow the customer to get involved with their product. കസ്റ്റമറും പ്രൊഡക്റ്റുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനം, അതായത് ടച്ച് ചെയ്തിട്ടും നോക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന, അല്ലേ? നമ്മളിപ്പോൾ എന്താ പറയുക, പൂക്കൾ വാങ്ങാൻ പോയാൽ അതൊരു എന്താണ്, മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പൂക്കളല്ല, ചെടി. പൂക്കളുള്ള ചെടികൾ, അത് നമ്മൾ ജസ്റ്റ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങാൻ പോയാൽ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കും. ജസ്റ്റ് ഒരു ചെടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്മെല്ല് ചെയ്യും, ടച്ച് ചെയ്യും, സ്മെല്ല് ചെയ്യും. ചില കാര്യം നമ്മൾ അങ്ങനെ നോക്കുന്ന കൺസ്യൂമേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ഹ്യൂമൻ ബീങ് ചെയ്യുന്നതാണ്. ഒരു മനുഷ്യൻ നല്ല റോസാപ്പൂവിൻ്റെ ചെടി വിൽക്കുന്ന ഒരാൾ പോയാൽ ജസ്റ്റ് ആ ചെടി വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പൂവിന്ന് സ്മെല്ല് ചെയ്യും. അങ്ങനെ ടച്ച് ചെയ്തും സ്മെല്ല് ചെയ്യും വാങ്ങുന്ന കാറ്റഗറീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ചെയിൻ സ്റ്റോഴ്സ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയിൻ സ്റ്റോഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെയിൻ സ്റ്റോഴ്സസ് ഏതൊക്കെയാണ്? ബിസൈഡ്സ് ഫ്രാഞ്ചൈസിങ്, ദ അതർ മേജർ റീറ്റെയിലിംഗ് ഫോർമാറ്റ് ദാറ്റ് ബിക്കം എ പോപ്പുലർ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഇസ് ദ മൾട്ടിപ്പിൾസ് വിച്ച് ആർ ബെറ്റർ നോൺ ആസ് ചെയിൻ സ്റ്റോർ. These chains are predominant with respect to some important product categories. Okay, the first is food. ഈ ചെയിൻ സ്റ്റോഴ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ, ഓക്കെ, മാറിപ്പോയത് ചെയിൻ സ്റ്റോഴ്സിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ, ചെയിൻ സ്റ്റോഴ്സിന് ഹെഡിങ് താഴെ പോയിന്റ് ആക്കി നിങ്ങൾ എന്ത് എഴുതണം? ഫുഡ്. ഫസ്റ്റ് ഈസ് ഫുഡ്, സെക്കൻഡ് ഈസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്റ്റ്, തേർഡ് ഈസ് ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയർ, next home furniture and household goods and durable goods and leisure and personal goods. Okay, ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? ചെയിൻ സ്റ്റോഴ്സിലുള്ളത്.
അതിൽ ഫുഡ് ചെയിൻ, ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഫുഡാണ്, നെക്സ്റ്റ് ഹെൽത്ത്. മിസ് പറഞ്ഞ പോലെ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കാരണം എക്സാമിന് ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് എഴുതേണ്ടത് മിസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. ഇവിടെ ചെയിൻ സ്റ്റോഴ്സ് ചോദിച്ചാൽ നേരെ നിങ്ങൾ എക്സ്പ്ലനേഷൻ അല്ല കൊടുക്കേണ്ടത്, എന്താ റിലേറ്റഡ് ദാറ്റ് പോയിന്റ്. ചെയിൻ സ്റ്റോർ ഹെഡിങ് കൊടുത്ത് താഴെ ഇത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ. എങ്ങനെ ഫുഡ് കൊടുക്കുക, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് കൊടുക്കുക, ഹെൽത്ത് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, താഴെ ഹെൽത്ത് ആൻഡ് താഴെ ബ്യൂട്ടി, അതിന് താഴെ ക്ലോത്തിങ് ഓഫ് ഫുഡ് ഫിയർ ചെരുപ്പ് ചപ്പൽസ്, അതിന് താഴെ ഹോം ഫർണിച്ചർ ആൻഡ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് കൊടുക്കുക, അതിന് താഴെ ഡ്യൂറബിൾ ഗുഡ്സ് കൊടുക്കുക, അതിന് താഴെ ലിഷർ കൊടുക്കുക, പേഴ്സണൽ ഗുഡ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു 12 പോയിന്റ്സ് താഴെ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് 5 മാർക്ക് 6 മാർക്ക് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഈ ഫുഡ് ചെയിൻ പിന്നെ എക്സ്പ്ലനേഷനിൽ ഫുഡ് ചെയിൻ ചോദിച്ചാൽ ഇത് ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ് ദർ ആർ എ വെറൈറ്റി ഓഫ് റീറ്റെയിൽ ഓപ്പണിംഗ് ഇൻ ഫുഡ് റീറ്റെയിലിംഗ് സെക്ടർ. അവർ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ് എങ്ങനെയുണ്ട്, പലതരം റീറ്റെയിലേഴ്സ് ഉണ്ട് അല്ലേ. റീറ്റെയിൽ ഫോർമാറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് പലതരം എന്തുണ്ട് എന്നാ പറയുന്നത്, പലതരം റീറ്റെയിലേഴ്സ് സെക്ടർ ഉണ്ട്. ഏതൊക്കെയാണ്, അതായത് ട്രഡീഷണൽ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആൻഡ് ഹൂ ഓപ്പറേറ്റ് സ്മോൾ സിംഗിൾ ഔട്ട്ലെറ്റ് ബിസിനസ് മെയിൻലി യൂസിങ് ദ ഫാമിലി ലേബർ ഡോമിനേറ്റ് സെക്ടർ. വീട്ടിൽ നിന്നില്ലേ ട്രഡീഷൻ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഹോൾസെയിലൊന്നും അല്ലാത്ത ആളുകൾ, വീട്ടമ്മമാരൊക്കെ കുടുംബശ്രീ യൂണിറ്റ് വഴിയൊക്കെ അച്ചാർ വിൽപ്പനയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിലാണ്, നമ്മൾ ചെറിയ ബിസിനസ് ആയിട്ട് തുടങ്ങുന്നതാണ്. Then its conception, supermarket account for a proportion of food sales and from simple reason for these outlets and overhead low margins and proximity of customers and long opening hours and additional service the customers home delivery. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇവർക്ക് എന്താ, ഇവർക്ക് ചെറിയ വലിയ എന്തില്ല, അതിലേക്ക് മുതൽ മുടക്ക് വലിയ സംഖ്യകൾ വരുന്നില്ല, ലക്ഷക്കണക്കിനുള്ള മുതൽ മുടക്കൊന്നുമില്ല. ജസ്റ്റ് അച്ചാർ ഉപ്പി, കുറച്ച് അച്ചാറിന് ഇൻഗ്രീഡിയൻസ് അതൊക്കെ വാങ്ങാനുള്ളൂ. പിന്നെ ഇവർ നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത്, ബിസിനസ് ചെറുകിട ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ഫുഡ് എഫക്ട് അതിനുള്ള എന്താ പറയുക അറ്റംപ്റ്റ് ചെയ്യുമല്ലോ, അതിനുള്ള ശ്രമങ്ങളും അവർ ഒറ്റക്കാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് അതിൽ പറയുന്നത്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, റൈസ് ഇൻ ഇൻകംസ് ആൻഡ് ഏർജ് ടു ഗുഡ് ആൻഡ് മെയിൻറ്റെയിൻ സൗണ്ട് ഓഫ് ഹെൽത്ത് മെയ്ഡ് ഇന്ത്യൻ സ്പെൻഡ് ഓഫ് കൺസിഡറബിൾ amount of health and beauty product. As in the case of other retailing sectors, small single outlet retail segment dominant sales of earthly beauty products. However, in the recent past, a good number of chains, especially in the health of beauty products, sprung. അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റിനെ ഉള്ള റീറ്റെയിലിംഗ് നമ്മൾ അങ്ങനത്തെ ഒരു ബിസിനസ് ആണെങ്കിൽ as it spend more such product in future, their business will and with the doubt expense. അതായത് അതിനുള്ള കുറച്ചും കൂടി എന്തായിരിക്കും, അച്ചാറ് നിന്നെ തുടങ്ങുന്ന പോലെ ആയിരിക്കും എന്ത് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ്. ഒരു പക്ഷെ അതൊരു ബ്യൂട്ടി പാർലർ ആവാം, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, വലിയൊരു നല്ല അടിപൊളി ഷോപ്പ്. മറ്റേത് വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റും. ബ്യൂട്ടി പാർലർ നമ്മളൊരു ഷോപ്പ് വേണം, അതിന് മിററുകൾ വേണം, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, അത് കുറച്ചധികം ചിലവ് വരുന്ന ബിസിനസ്സാണ് ബ്യൂട്ടി പ്രൊഡക്റ്റ് കോസ്മെറ്റിക്സ് ഒക്കെ വിൽക്കുന്നത്. അപ്പം അതിനുണ്ട് അതിൻ്റെതായ റീറ്റെയിലിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ. ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയർ ചെയിൻസ് എന്ന് പറഞ്ഞാൽ ദർ ആർ നോ സിറ്റി ഓഫ് ഇന്ത്യ വെർ ഡു യു ടു ഫൈൻഡ് എ ക്ലോത്തിങ് ഓഫ് ഫുഡ് ഫെയർ സ്റ്റോർ. നമ്മുടെ ഇന്ത്യയിൽ എവിടെ പോയാലും കാണാൻ പറ്റും എന്ത്, ചെരുപ്പിൻ്റെ കട അല്ലേ, നമ്മളെ ചപ്പലിൻ്റെ കട. എ ട്രഡീഷണൽ സ്റ്റോർ ടിപ്പിക്കലി സ്റ്റോക്സ് എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് ചീപ്പ് ആൻഡ് പോപ്പുലർ ഐറ്റംസ് വെറാസ് മോഡേൺ ഔട്ട്ലെറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഫർണിച്ചർ ആൻഡ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് ചെയിൻ. അത് നമുക്കറിയാം. ഫർണിച്ചർ ഗുഡ്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ചെയിൻ മീൻസ് the home furniture. That example of this chain, that is furniture, home furniture. നമ്മൾ ഹോമിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ അത് ഒരു ചെയിൻ ആയിട്ട് റീറ്റെയിൽ ബിസിനസ്സുമായിട്ട് ഫോർമാറ്റുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് പേഴ്സണൽ ഗുഡ്സ് ചെയിൻ. എന്താണ് പേഴ്സണൽ ഗുഡ്സ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള പേഴ്സണലി നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗുഡ്സും, അത് ഡ്രസ്സ് ആവാം, ചപ്പൽസ് ആവാം, വേറെ പല മെറ്റീരിയൽ ആവാം, ഓർണമെന്റ്സ് ആവാം, ഫീമെയിലിന് ഓർണമെന്റ്സ് ആവാം, മെയിലിന് ഷൂ ആവാം, പിന്നെ എന്താവാം, എന്തൊക്കെ ഒരാൾക്ക് പേഴ്സണലി വേണം അതെല്ലാം ആവുന്ന എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചെയിനാണ് പേഴ്സണൽ ഗുഡ്സ് ചെയിൻ. ഓക്കെ, നെക്സ്റ്റ് സോഴ്സിങ് ആൻഡ് മെർക്കൻഡൈസിങ് എന്നുള്ളത്. നമ്മൾ സോഴ്സ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനൊരു സോഴ്സ് ഉണ്ടാവും, നമ്മൾ പറയില്ല അതിനൊരു ഒരു ഉറവിടം എന്നൊക്കെ പറയും. സോഴ്സിന് മലയാളം എന്താ, ഉറവിടം. സോഴ്സ് ആൻഡ് മെർക്കൻഡൈസിങ്. എന്താണ് സോഴ്സ് ആൻഡ് മെർക്കൻഡൈസിങ് എന്ന് പറഞ്ഞാൽ,
എക്സ്പ്ലെയിൻ ദ ഇതിൽ എന്തൊക്കെയാണ് ഇതിലുള്ള ഇൻട്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്ലനേഷനിൽ വരുന്ന പോയിന്റ്സ്. എക്സ്പ്ലെയിൻ ദ സോഴ്സിംഗ് പ്രോസസ് ഓഫ് റീറ്റെയിലിംഗ് ആൻഡ് ഐഡന്റിറ്റി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റർനാഷണൽ സോഴ്സിംഗ് ആൻഡ് international sourcing and factors involved the negotiation, outlet housing, stocking merchants and meaning of scope of merchandising. Discuss various factors affecting the merchandise policy and the evaluate pricing or approaches of methods of setting retail prices. Okay. The introduction is വായിച്ചരാ. When you enter the retail stores and buy a certain commodity, ഒരു പ്രത്യേക തരം കമ്മോഡിറ്റി എന്നാണ് ഒരു വസ്തു വാങ്ങാൻ ഒരാൾ ഒരു കടയിൽ കയറിയാൽ യു ഗെറ്റ് സീ മെനി ഡിഫറെന്റ് ബ്രാൻഡഡ് ഇൻ സം സെയിം കമ്മോഡിറ്റി. അതെ, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ ബ്രാൻഡഡ് ആയതും ബ്രാൻഡഡ് ആവാത്തതും നോർമൽ ആയതൊക്കെ ഒരു വസ്തു തന്നെ പല ബ്രാൻഡിലും ഉണ്ടാവും. പല കമ്പനികളും ഒരു വസ്തു തന്നെ ഇറക്കുന്നില്ലേ. കോൾഗേറ്റ് ഒരു കമ്പനിന് മാത്രമല്ലുള്ളത്. നമ്മുടെ ഈ പെന്ന്, നമ്മൾ പിടിച്ചിരിക്കുന്ന ഫോൺ, നമ്മൾ ഒരു കമ്പനിനെ മാത്രമല്ലല്ലോ അല്ലേ. നമുക്ക് ഒരു ബുക്കായാലും എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയാലും ഒരു ബ്രാൻഡഡ് ആയിട്ട് പലവിധ ആളുകളുടെ ബ്രാൻഡഡ് നെയിം നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇറ്റ് സെയിം കമ്മോഡിറ്റി ഡിസ്പ്ലേഡ് ഓൺ ദ ഷെൽഫ് ഓൺ ദ റീറ്റെയിൽ സ്റ്റോർ. അപ്പോൾ പലതരം ബ്രാൻഡഡായ ഒരു കമ്മോഡിറ്റീൻ്റെ പിക്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഏതെങ്കിലും സെയിൽസ്മാൻ അവിടെ സ്റ്റോറിൽ വെച്ചിട്ടുണ്ടാവും, ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവും. ദ ബ്രാൻഡഡ് ആൻഡ് നോൺ ബ്രാൻഡഡ് വെറൈറ്റി ഓഫ് സിംഗിൾ കമ്മോഡിറ്റി ക്യാൻ റിയലി ലാർജ്. ദിസ് മീൻ ദാറ്റ് എ റീറ്റെയിലർ negotiate with many vendors for each different commodity. This is the turn ensure a better sale of better loyalty from the customers as they have of picks of depending. Okay, therefore I give maximum mileage to his venture. The retail trend to the negotiate with a maximum number of. Next, the process that involved by a different source of making them available in customer in convenient size of proper price is known as merchandising. What is merchandising? Definition ചോദിക്കുമ്പോൾ മിസ് ഡെഫിനേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ബോക്സിലാക്കുക, ഡെഫിനേഷൻ മുകളിൽ എഴുതുക, താഴെ എന്ത് എഴുതുക, മെർക്കൻഡൈസിങ്ങിൻ്റെ ഡെഫിനേഷനാണ് വായിക്കുന്നത്. ദ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ് ആൻഡ് മേക്കിംഗ് ദം അവൈലബിൾ ടു ദി കസ്റ്റമർ ആൻഡ് കൺവീനിയൻറ്റ് സൈസ് ആസ് എ പ്രോപ്പർ പ്രൈസ് ഇസ് നോൺ ആസ് മെർക്കൻഡൈസിങ്. മെർക്കൻഡൈസിങ് എന്താണ് മെർക്കൻഡൈസിങ്? ഒരു കൺസ്യൂമറിന് എന്ത് വേണമെങ്കിൽ ഇതൊരു പ്രോസസ്സാണ്. ഇറ്റ്സ് എ പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? ഇറ്റ് ഇൻവോൾവ് ബൈയിങ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ്, അതായത് പല ഉറവിടങ്ങളിൽ നിന്നും ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നും നമ്മൾ എന്ത് വാങ്ങുന്നു? മേക്കിംഗ് ദം അവൈലബിൾ ദ കസ്റ്റമർ. ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നും കസ്റ്റമറിന് പ്രൊഡക്റ്റ് കിട്ടുന്ന രീതിയിൽ എന്താക്കുക, അത് എങ്ങനെ സൈസ് ആൻഡ് പ്രോപ്പർ പ്രൈസ്, കറക്റ്റ് പ്രോപ്പർ പ്രൈസിൽ തന്നെ കിട്ടത്തക്ക വിധത്തിൽ രൂപീകരിക്കുന്ന ഒരു പ്രോസസ്സിനെ മെർക്കൻഡൈസിങ് എന്ന് പറയുന്നു. അതായത് സോഴ്സ് അല്ല, ഒന്നിൽ കൂടുതൽ സോഴ്സ് ആയിരിക്കും, പക്ഷെ കമ്മോഡിറ്റി ഒന്നായിരിക്കും. ഒരു കമ്മോഡിറ്റി തന്നെ പല സോഴ്സിൽ നിന്നും കിട്ടുന്നതാണ്. ആ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളുടെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക. 3 മാർക്കായിരിക്കും അതിന്. 1 വേർഡ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡെഫിനേഷൻ ഓഫ് മെർക്കൻഡൈസിങ്. മറന്നു പോകരുത്, എഴുതാത്തവരൊന്നും കൂടി എഴുതിയെടുക്കുക. ദ പ്രോസസ് ദാറ്റ് involves buying from different sources and making them available to customer at convenient size at a proper price is known as merchandising. Okay. Merchandise which is displaced in the some source on the attention of customers in turn develops and urge in the customer by selling the merchandise on central retail function. Shrinkage is one of the risks faced by today's retailers. അതായത് ഇന്നത്തെ റീറ്റെയിലേഴ്സ് ബിസിനസ്സുകാർ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിത്തൗട്ട് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി എ റീറ്റെയിലർ കനോട്ട് ബി സക്സസ് സോഴ്സിങ് ആൻഡ് മെർക്കൻഡൈസിങ്. അതായത് വിത്തൗട്ട് പ്രോപ്പർ പ്ലാനിങ്, ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന, ഒരു ഫോർമാറ്റ് ഇല്ലാതെ, റീറ്റെയിൽ ഫോർമാറ്റ് ഒന്നും അറിയാതെ, ഒന്നും ഇല്ലാതെ ഇറങ്ങുന്ന ഒരു റീറ്റെയിൽ സെല്ലേഴ്സിന് വളരെ ആ ഒരു ഇതിൽ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. ഓക്കെ.